ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര സീറ്റിൽ മത്സരിക്കുന്നതിൽ ഷാഫി പറമ്പിലിന് അതൃപ്തി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലെ പ്രയാസം ഷാഫി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചേക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് കിട്ടുന്നത് ഷാഫി പറമ്പിലിന്. പക്ഷേ മാധ്യമങ്ങളോട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രതികരിക്കാം എന്നാണ് നിലപാട്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായി സ്ക്രീനിംഗ് കമ്മിറ്റി കൂടുകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ വൈകുന്നത് ഈ മുൻകാല പരാതികൾ സർപ്രൈസും ഒക്കെ പരിഗണിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയാണെന്ന് പറയുമ്പോൾ എപ്പോഴും അതൃപ്തി തുടരുകയാണെന്നുള്ളതാണ്. ഷാഫി പറമ്പിലിന്റെ കാര്യത്തിലും വ്യത്യസ്തമല്ല ആ ഒരു സാഹചര്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പറമ്പിലിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. വടകര സീറ്റിൽ മത്സരിക്കുന്നതിലാണ് ഈ ഷാഫി അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പ്രയാസം ഉണ്ട് എന്നുള്ളതാണ് ഷാഫി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ ഷാഫിക്ക് ഇത്തരത്തിൽ വടകരയിൽ മത്സരിക്കണം എന്നുള്ള നേതൃത്വത്തിന്റെ തീരുമാനം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇതുവരെയും ഷാഫി പ്രതികരണത്തിന് തയ്യാറായില്ല. മാധ്യമങ്ങൾ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് ഷാഫി നിലപാട്. മാത്രമല്ല ഷാഫി നേതൃത്വത്തോട് തന്റെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തന്നെ പെട്ടെന്ന് വടകരയിലേക്ക്, പ്രത്യേകിച്ച് നിയമസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് തനിക്ക് ഇഷ്ടം. ലോക്സഭയിൽ പോകുന്നതിന് വലിയ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഷാഫി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ പ്രതികരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഷാഫി ഇപ്പോൾ പറയുന്നത്. നിലവിൽ ഏതായാലും വ്യക്തിപരമായ ബുദ്ധിമുട്ട് ഉൾപ്പെടെ ഷാഫി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ നമുക്കറിയാം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഈ പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വടകരയിൽ ഇത്തരത്തിൽ ഷാഫിയെ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിൽ കെ മുരളീധരനെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നു. കെ മുരളീധരൻ ആദ്യമേ അതൃപ്തി അറിയിക്കുന്നു, പിന്നാലെയാണ് ഇപ്പോൾ ഷാഫിയും അതൃപ്തി അറിയിക്കുന്നത്. ഷാഫിക്ക് അതൃപ്തിയുണ്ട്, ആശങ്കയുണ്ട്, അപ്പൊ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം പാലക്കാട് ഒരുപക്ഷെ ഷാഫി ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ, ഷാഫിയാണ് വടകരയിൽ നിൽക്കുന്നതെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഈ സീറ്റ് നിലനിർത്താൻ വേണ്ടി കാൽബറുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടല്ലോ. കാരണം നമുക്കറിയാം 2021 ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് BJPയുമായി ഉണ്ടായത് എന്നുള്ളതാണ്. അത്തരത്തിലൊരു ആശങ്ക കൂടിയുണ്ട്. അങ്ങനെയാണ് ടി സിദ്ദിഖിന്റെ പേര് കൂടി വടകരയിൽ പരിഗണനയിൽ വരുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഷാഫി വടകരയിൽ വിജയിച്ച് ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും. പാലക്കാടാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാരണം മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു BJP സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. മെട്രോമാന് വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത ലഭിക്കുകയും തുടർന്ന് CPMന്റെ 5000-ഓളം വോട്ടുകൾക്ക് കുറവ് വരികയും തുടർന്ന് ഷാഫി ജയിക്കുന്ന സാഹചര്യവുമായിരുന്നു. കൃത്യമായി തന്നെ CPMന്റെ വോട്ട് നേടി തന്നെയാണ് ഷാഫി വിജയിച്ചത് എന്നുള്ളത് ഒരു പകൽ പോലെ സത്യമായ ഒരു കാര്യം കൂടെയായിരുന്നു മണ്ഡലത്തിൽ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഷാഫി പാലക്കാട് നിന്നും ഇത്തരത്തിൽ ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് പാലക്കാടിലെ MLA ആയ ഷാഫി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെന്റിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും. അങ്ങനെയെങ്കിൽ ഷാഫിയോളം ഇത്തരത്തിൽ BJPയെ നേരിടാൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരിക്കുമെന്ന് മാത്രമല്ല BJPക്ക് അനായാസം പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും ഷാഫി അതുതന്നെയാണ് ഈ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഷാഫിയുടെയും ലക്ഷ്യം. അപ്പോൾ ഈ പാർലമെന്റിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് കാര്യമായി പ്രവർത്തിക്കാനൊന്നും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആശങ്ക ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഏതായാലും നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറുമെന്നുള്ളത് ഷാഫിക്ക് ഉൾപ്പെടെ തർക്കമില്ലാത്ത കാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇനി പാർലമെന്റിലേക്ക് ജയിച്ചു പോയാൽ കൂടെ അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് ഷാഫി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിൽ കൂടെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അതൃപ്തി ഷാഫി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായിട്ട് ഷാഫിയുടെ ഈ വിഷയത്തിലുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ്. യെസ്, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.